നമസ്കാരം. എഡ്യൂ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേരളത്തിലെ റേഡിയോളജിസ്റ്റ് കോഴ്സ് ഡീറ്റെയിൽസ്, BSc റേഡിയോളജി കോഴ്സുള്ള കോളേജുകളുടെ വിവരങ്ങൾ, കൂടാതെ BSc റേഡിയോളജി അഥവാ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് ചേരാൻ വേണ്ട യോഗ്യതകൾ, ടോട്ടൽ സീറ്റ്സ്, കോഴ്സ് ഫീ തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. കൂടാതെ റേഡിയോഗ്രാഫർ കോഴ്സിന് ചേരാൻ നീറ്റ് ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഒരു റേഡിയോഗ്രാഫർ ആകണമെങ്കിൽ എങ്ങനെയുള്ള കോളേജുകൾ പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയില്ല തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ ഏറ്റവും പോപ്പുലറായതും ഏറ്റവും കൂടുതൽ പേർ അപ്ലൈ ചെയ്യുന്നതുമായ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലൊന്നാണ് BSc റേഡിയോളജി അഥവാ BSc MIT. ഈ കോഴ്സിന് BSc നഴ്സിംഗ് കോഴ്സിന് ഉള്ളതുപോലെ സീറ്റുകൾ ഇല്ല എന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. BSc റേഡിയോളജി കോഴ്സിന് കേരളത്തിൽ എത്ര സീറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. കേരളത്തിൽ BSc നഴ്സിംഗിന് ഏകദേശം 10,000 സീറ്റുകൾ ഉള്ളപ്പോൾ BSc റേഡിയോളജി അഥവാ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് അതിന്റെ 1% സീറ്റുകൾ പോലും ഇല്ല എന്നതാണ് വാസ്തവം. കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ LBS പോർട്ടലിലെ കണക്കുകളനുസരിച്ച് 2025-26 അക്കാഡമിക് വർഷത്തിൽ കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ BSc റേഡിയോളജി കോഴ്സിന് അഥവാ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് കേരളത്തിൽ മൊത്തം 30 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. LBS കണക്കനുസരിച്ച് പ്രൈവറ്റ് കോളേജുകളിൽ ആകെയുള്ള സീറ്റുകൾ 51 മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ 2025-26 അഡ്മിഷൻ വർഷത്തിൽ മൊത്തം 81 സീറ്റുകൾ മാത്രമാണ് റേഡിയോളജി കോഴ്സിനായി ഉണ്ടായിരുന്നത്. അതായത് കേരളത്തിൽ BSc റേഡിയോളജി കോഴ്സിനുള്ള ആകെയുള്ള സീറ്റ് 81 മാത്രമാണ് ഉള്ളത്. ഇനി കേരളത്തിൽ BSc റേഡിയോളജി കോഴ്സിലുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഗവൺമെന്റ് BSc റേഡിയോളജി കോളേജുകളുടെ ഡീറ്റെയിൽസും ഓരോ കോളേജിലെ സീറ്റുകളും നോക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 10 സീറ്റുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം 10 സീറ്റുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 10 സീറ്റുകൾ. അതായത് ടോട്ടൽ 30 സീറ്റാണ് കേരള ഗവൺമെന്റ് കോളേജുകളിൽ ഉള്ളത്. ഇനി BSc റേഡിയോളജി കോഴ്സുള്ള കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളുടെ വിവരങ്ങളും ജില്ല അനുസരിച്ചുള്ള ഓരോ കോളേജിൽ എത്ര സീറ്റ് ആണ് ഉള്ളതെന്നും നോക്കാം. 1. അമര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തൃശൂർ, മൊത്തം 10 സീറ്റുകൾ. 2. ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസസ് കോഴിക്കോട് 10 സീറ്റുകൾ. 3. ശ്രീ ഗോകുലം കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസസ് വെഞ്ഞാറമൂട് 8 സീറ്റുകൾ. 4. കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴിക്കോട് 10 സീറ്റുകൾ. 5. മിംസ് കോളേജ് കോഴിക്കോട് 10 സീറ്റുകൾ. 6. ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് കൊച്ചി 3 സീറ്റുകൾ. പ്രൈവറ്റ് കോളേജുകളിൽ BSc റേഡിയോളജിക്ക് മൊത്തം 51 സീറ്റുകളാണ് ഉള്ളത്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് ഒരു 97% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ റേഡിയോളജി കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നത് മനസ്സിലാക്കുക. ഇനി BSc റേഡിയോളജി കോഴ്സിന് നീറ്റ് നിർബന്ധമാണോ എന്നറിയാം. നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 2026 മുതൽ BSc റേഡിയോളജി ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ നീറ്റ് നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീറ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നീറ്റ് പാസ്സാകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ മുൻ വർഷത്തെ പോലെ ഈ വർഷവും അതിൽ ഇളവ് കിട്ടാനും നീറ്റ് എഴുതാതെ തന്നെ ഈ വർഷവും അഡ്മിഷൻ നടക്കാനും സാധ്യതയുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തിയാൽ നീറ്റ് എഴുതേണ്ടി വരുമോ ഇല്ലയോ, എപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും, എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളടങ്ങിയ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട വിധം: സർക്കാർ കോളേജുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അതായത് LBS പോർട്ടൽ മുഖേനയാണ്. സ്വകാര്യ കോളേജുകളിലേക്കുള്ള അപേക്ഷകളും സാധാരണ LBS വഴി തന്നെയാണ് സമർപ്പിക്കേണ്ടത്. എങ്കിലും മാനേജ്മെന്റ് കോട്ട അഡ്മിഷന് കോളേജിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 2 വെബ്സൈറ്റിന്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കുകൾ വഴി നിങ്ങൾക്ക് LBS പോർട്ടലിലും PNC MAC പോർട്ടലിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ചിലപ്പോൾ പോർട്ടലിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ആകൂ എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. സാധാരണ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷിക്കാൻ ലിങ്ക് ലഭ്യമാകുക. കേരളത്തിൽ റേഡിയോളജി കോഴ്സിന് സീറ്റുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കാൻ അപേക്ഷിക്കുന്നവർക്ക് +2 പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ റേഡിയോളജി കോഴ്സിന് സീറ്റുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കാൻ അപേക്ഷിക്കുന്നവർക്ക് +2 പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർക്കുക. കാരണം കേരളത്തിൽ തന്നെ കിട്ടും എന്ന് കരുതി ചിലപ്പോൾ നിങ്ങളുടെ ഒരു വർഷം പാഴായി പോകാൻ സാധ്യതയുണ്ട്. BSc റേഡിയോളജി പോലെയുള്ള കോഴ്സുകൾക്ക് കേരളത്തിന് പുറത്താണ് പഠിക്കുന്നതെങ്കിൽ പൈസ ലാഭം നോക്കി MRI മെഷീൻ പോലുമില്ലാത്ത ഏതെങ്കിലും ചെറിയ കോളേജിൽ പഠിച്ചാൽ പഠനശേഷം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്. BSc റേഡിയോളജി, BSc ഡയാലിസിസ്, BSc അനസ്തേഷ്യ, BSc കാർഡിയാക് കെയർ, BSc റേഡിയോ തെറാപ്പി പോലെയുള്ള കോഴ്സുകൾ സാധിക്കുമെങ്കിൽ എപ്പോഴും ഏറ്റവും ആധുനിക മെഷീൻസ് ഉള്ള മെഡിക്കൽ കോളേജിലോ മോഡേൺ ഹോസ്പിറ്റലിലോ പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
കാരണം ഇങ്ങനെയുള്ള കോഴ്സുകൾ എവിടെ പഠിച്ചു എന്ന് വളരെ പ്രധാനമാണ്. കാരണം പഠിച്ചിറങ്ങിയ ശേഷം പല സന്ദർഭങ്ങളിലും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട പ്രൊഫഷനാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ച ഹോസ്പിറ്റൽ നോക്കിയാണ് പല പ്രമുഖ സ്ഥാപനങ്ങളിലും BSc റേഡിയോളജി കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നതും ശമ്പളം ഓഫർ ചെയ്യുന്നതും. കേരളത്തിന് പുറത്ത് BSc റേഡിയോളജി കോഴ്സിന് ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം അപ്പോളോ ചെന്നൈ ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റൽ പോലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ മെഷീൻസും ക്വാളിഫൈഡ് ആയ അധ്യാപകരും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് നല്ല ശമ്പളത്തിൽ ഇന്ത്യയിലും വിദേശത്തും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി BSc റേഡിയോളജി കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് നോക്കാം. ഗവൺമെന്റ് റേഡിയോളജി കോളേജുകളിൽ വർഷം ഏകദേശം 30,000 രൂപയും പ്രൈവറ്റ് കോളേജുകളിൽ 1,25,000 രൂപയുമാണ് വരുന്നത്. കേരളത്തിലെ BSc റേഡിയോളജി കോളേജുകളിലെ അഡ്മിഷൻ, കോഴ്സ് ഫീസ്, കേരളത്തിന് പുറത്തുള്ള ടോപ്പ് റേഡിയോളജി കോളേജുകൾ, മറ്റ് സംശയങ്ങൾ എന്നിവ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ്. അപ്പോളോ ഹോസ്പിറ്റൽ, ചെന്നൈ തുടങ്ങിയ പ്രമുഖ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ വേണ്ട ഗൈഡൻസിനും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. BSc റേഡിയോതെറാപ്പി, BSc ന്യൂക്ലിയർ മെഡിസിൻ, ഏറ്റവും ഡിമാൻഡുള്ള ടോപ്പ് 5 പാരാമെഡിക്കൽ കോഴ്സുകൾ, കേരള പാരാമെഡിക്കൽ കോഴ്സസ് അവയുടെ ലിസ്റ്റ്, കൂടാതെ BSc നഴ്സിംഗ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. കാരണം സ്യൂട്ടബിൾ ആയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അത് നിങ്ങൾക്ക് തീർച്ചയായും സഹായകരമാകും. ഇതുപോലെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.